ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയa'srecipes. അപ്പോൾ ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് തേങ്ങ അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒട്ടും പുളിയില്ലാത്ത പാലപ്പം നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി വെച്ചിട്ട് തന്നെ ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ സൈഡ് മൊരിഞ്ഞിട്ടും അതുപോലെ തന്നെ അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം, രണ്ട് രീതിയിലുള്ള പാലപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കപ്പി കാച്ചാനുള്ളത് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൂൽപുട്ട്, ഇടിയപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് വേണ്ടത്. ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കട്ടയ്ക്ക് ഒന്ന് മാറിയതിൻ്റെ ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേണം കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കുക. അത്രേ വേണ്ടൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, അതായത് നമ്മൾ കുറുക്കിന് ഉപയോഗിച്ച സെയിം അരിപ്പൊടി തന്നെയാണിത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ ഈ കപ്പി കാച്ചിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളമൊക്കെ പോകാനും ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കുക, ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇത് കുറേ നേരം ഇട്ടിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ കുറുക്കും അതുപോലെ തന്നെ അരിപ്പൊടിയും ഈസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം, അത്രേ വേണ്ടൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതിൽ മൊത്തം ഒരു 2.25 കപ്പാണ് വെള്ളം നമ്മൾ യൂസ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? ഈസ്റ്റ്, പഞ്ചസാര, അതുപോലെ തന്നെ കുറുക്ക്, അരിപ്പൊടി, ഇത്തിരി സാധനങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നാളികേരമൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കുക. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനേക്ക് ഒരു 5-6 മണിക്കൂർ മുമ്പ് മാത്രം ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പുളിച്ചു പോവും. അപ്പോൾ അത് 5 to 6 hours ഇത്രയേ വേണ്ടൂ ഇതിന് ആവശ്യം. ഇപ്പോൾ ഒരു 5.5 മണിക്കൂർ ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഇതാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല പുളിച്ച് പൊന്തും. തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ച് കൂടുതൽ 6 അല്ലെങ്കിൽ 7 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് പൊന്തും. ഈസ്റ്റ് ഇട്ട കാരണം അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് പുളിച്ച് പൊന്തും. അപ്പോൾ ശ്രദ്ധിക്കുക, 5-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് പൊളിച്ചു പൊന്തും. അപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് പുളിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാവിന് ഒട്ടും പുളിയില്ല, പക്ഷേ ആവശ്യത്തിന് അതിങ്ങനെ പൊന്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ മുറി തേങ്ങാപ്പാൽ എടുത്തതാണ്. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്, അതായത് ഫസ്റ്റ് മിൽക്ക് കേട്ടോ. തലപ്പാൽ നല്ല തിക്കായി തന്നെ ആയിരിക്കണം. ഒരു 1/2 കപ്പ് ചേർക്കുക. നിങ്ങൾക്ക് 3/4 കപ്പും ചേർക്കാം. കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ വേണമെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അപ്പത്തിന് നല്ലൊരു മയവും അതുപോലെ തന്നെ നല്ലൊരു രുചിയും കിട്ടും. ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തമിഴ് ചാനലിൽ ഒരു ആൻറ്റി ഉണ്ടാക്കുന്നത് കണ്ടതാണ്. അതിൽ ആൻറ്റി ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടുമെന്ന് ഇങ്ങനെ പറയുന്നത് കണ്ടു. അങ്ങനെ ഞാൻ പലപ്പോഴും ഇത് ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപ്പ്, ലേശം പഞ്ചസാര, കോക്കനട്ട് ഓയിൽ ഇത് 3 ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ ഉണ്ടാക്കരുത്. അരമണിക്കൂറെങ്കിലും നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി കുറേ കൂടുതലായിട്ട് ചൂടാക്കരുത്. ഒരു പാകത്തിന് ചൂടാവൂ. ഒട്ടും കുറവാവരുത്. കുറവായ ഹോൾസ് വരില്ല. കൂടുതലായി കഴിഞ്ഞാൽ എല്ലാം കൂടി ഉരുണ്ട് കൂടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മാവ് കുറേ ഒഴിക്കരുത്. ഒരു തവി മാത്രമേ ഒഴിക്കാവൂ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് തന്നെ ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങി. ഇത് നിങ്ങൾക്ക് സാധാരണ പാനിൽ അങ്ങനെ കട്ടിയുള്ള അപ്പമായിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആ രീതിയിലും ഉണ്ടാക്കാം, വെള്ളപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെള്ളപ്പ പാത്രത്തിൽ ആ ഷേപ്പിൽ ഉണ്ടാക്കി കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാറ്റർ കുറച്ച് കട്ടിയിലെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സോഫ്റ്റ് അപ്പം ഉണ്ടാക്കി കാണിച്ചു. ഇനി ഇതിങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സൈഡ് മൊരിഞ്ഞ അപ്പമായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ പാലെടുത്ത് കഷ്ടപ്പെടുന്നു വേണ്ട. അങ്ങനെ 1/2 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ 1/4 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കിയിട്ട് ചേർത്താലും മതി കേട്ടോ. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നല്ല ഫുള്ളായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വലിയൊരു മുറി തേങ്ങയുടെ പാലായാലും അങ്ങനെയായാലും മതി. ഇപ്പോൾ ഇതാ നമുക്കിനി മൊരിഞ്ഞ വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ കുറച്ച് കൂടുതൽ നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ സൈഡ് നല്ല മൊരിഞ്ഞ എന്നാൽ ഉള്ളിലൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം അങ്ങനെയും കിട്ടും. ഈ 2 തരത്തിലും നമുക്ക് ഈ വെള്ളപ്പം ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പാനിൽ സാധാരണ നമ്മൾ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിലും വെള്ളപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ പാനിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ ആ രീതിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം ചൂട് വേണം. ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഹോൾസ് വരുള്ളൂ. അതാണ്, ചൂട് കുറഞ്ഞാലും വരില്ല. ചൂട് കൂടുതലായി കഴിഞ്ഞാൽ എല്ലാം കൂടി ഉരുണ്ടുകൂടും. അത്രയ്ക്കേ ഉള്ളൂ, ഇത് ശ്രദ്ധിക്കാൻ. പിന്നെ കുറേ കാര്യമായിട്ട് ഇതിൽ അങ്ങനെ ബുദ്ധിമുട്ടാനോ ഒന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.